മാരുതി 800 ഫ്യൂവൽ ഫിൽട്ടർ, ഫ്യൂവൽ ഗേജ് അല്ലെങ്കിൽ ഫ്ലോട്ട്, പിന്നെ ടാങ്ക് എന്നിവ എങ്ങനെ എടുക്കാമെന്നാണ് ഈ വീഡിയോയിൽ കൂടി കാണിക്കുന്നത്. അതിനായി വണ്ടിയുടെ ബാക്ക് ഭാഗം ഹൈറ്റിൽ ഉയർത്തി വെക്കുക. ഹൈറ്റിൽ ഉയർത്തി വെച്ചാലേ അടിയിൽ കയറി കിടന്നഴിക്കാനോ സാധിക്കുകയുള്ളൂ. ജാക്കിയോ സ്റ്റാൻഡോ ഉപയോഗിച്ച് ഉയർത്തി വെക്കുക. ഇതാണ് ടാങ്ക്. 12 mm 4 ബോൾട്ടാണ് വരുന്നത്. 2 എണ്ണം ബാക്കിലും 2 എണ്ണം ഫ്രണ്ടിലുമായിട്ടാണ് വരുന്നത്. ഇത് പെട്രോൾ ഇൻലെറ്റ് ഹോസാണ്. ഇതുവഴിയാണ് പെട്രോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു വലിയ ഹോസും ഒരു ചെറിയ ഹോസുമാണ് വരുന്നത്. അത് 10 mm ഒരു ക്ലാമ്പ് ഉപയോഗിച്ചാണ് 10 mm ബോൾട്ട് ഉപയോഗിച്ചാണ് മുറുക്കിയിരിക്കുന്നത്. 10 mm സ്പാനർ ഉപയോഗിച്ച് അത് യൂസ് ചെയ്യുക. ചെറിയ ഹോസ് ഒരു ക്ലിപ്പ് ഉപയോഗിച്ച് പ്ലെയർ ഉപയോഗിച്ച് ഊരിയെടുക്കുക. രണ്ട് ഊരി കഴിഞ്ഞാൽ അതിൻ്റെ ടാങ്കിലെ പ്രഷർ കുറയ്ക്കുവാനും പെട്രോൾ ഹോസ് ഊരുമ്പോൾ അതിനകത്ത് പെട്രോൾ ചീറ്റാതിരിക്കാൻ നല്ലതാണ്. 12 mm ബോൾട്ടാണിത്. ഇത് ലൂസ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. എല്ലാം കൂടെ ഓരോന്നോരോന്ന് ലൂസ് ചെയ്താൽ അതിന് എത്രയും ടൈറ്റ് ഉണ്ടായിരിക്കും. അന്നേരം അഴിച്ചെടുക്കുമ്പോൾ ഒടിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അതെല്ലാം ലൂസ് ചെയ്തൊന്ന് ക്ലിയർ ആയി. ഇതാണ് ഫിൽട്ടർ. ഇത് പെട്രോൾ റിട്ടേൺ ഹോസാണ്. പെട്രോൾ ഫിൽറ്ററാണ് മേലിരിക്കുന്നത്. അത് 3 ബോൾട്ടായിട്ട് ബന്ധമുള്ളത്. ഒന്ന് ടാങ്കുമായിട്ടാണ് ഒരു ബോൾട്ട് ബന്ധം, അത് ഊരുക. ഇത് ഹാൻഡ് ബ്രേക്ക് കേബിളുമായിട്ട് ടാങ്കിൻ്റെ ബോൾട്ടാണ്, അത് ഊരിയെടുക്കുക. പെട്രോൾ റിട്ടേൺ ഹോസ് ഒരു ക്ലിപ്പ് ഉപയോഗിച്ച് ഹോസ് ഡാമേജ് കൂടാതെ അഴിച്ചെടുക്കുക. പെട്രോൾ ദേഹത്ത് വീഴാതിരിക്കാൻ ഒരു ബോൾട്ട് ഉപയോഗിച്ച് ഹോസ് ഊരിയിട്ട് അതിനകത്ത് കയറ്റി വെക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ കണ്ണിലും ദേഹത്തും വീണ് അപകടം പറ്റാൻ സാധ്യതയുണ്ട്. റിട്ടേൺ ഹോസ് ടൈറ്റ് ഉണ്ടെങ്കിൽ പ്ലെയർ ഉപയോഗിച്ച് പെയ്യെ ക്ലിപ്പ് ഊരിയിട്ടൊന്ന് കറക്കി കൊടുത്താൽ അത് ഫ്രീ ആയിട്ട് ഊരി വരുന്നതാണ്. അത് ഒരു ബോൾട്ട് കയറ്റി ലോക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം ഫിൽറ്റർ 12 mm ബോൾട്ട്, ടാങ്കുമായിട്ട് ബന്ധമുള്ള ബോൾട്ട് ഇളക്കുക. അത് ഇളക്കിയിട്ട് ഫിൽറ്ററിൻ്റെ ക്ലാമ്പിൻ്റെ ബോൾട്ട് 2 ബോൾട്ട് വരുന്നുണ്ട്. അതിലേതെങ്കിലും ഒന്ന് അഴിച്ചെടുത്ത് ഫിൽറ്റർ പുറത്തെടുക്കാവുന്നതാണ്. ടൈറ്റ് ഉണ്ടെങ്കിൽ WD-40 എന്നിവ ഉപയോഗിച്ച് തുരുമ്പോൾ ഒക്കെ കളയാവുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ബോൾട്ട് ഒടിയാൻ സാധ്യതയുണ്ട്. അതിനുശേഷം ഫിൽറ്റർ ഊരിയെടുത്ത ശേഷം ടാങ്കിൻ്റെ ബാക്ക് ബോൾട്ട് 2 എണ്ണം അഴിച്ചിട്ട് ടാങ്ക് ഒരു തടിക്കട്ടയോ എന്തെങ്കിലും ഉപയോഗിച്ച് ടാങ്ക് നിർത്തി അതിൻ്റെ കണക്ഷൻ ഊരിയെടുക്കാവുന്നതാണ്. മാരുതി 800 2 കണക്ഷനാണ് വരുന്നത്. ഒന്ന് പമ്പിൻ്റെ കണക്ഷനും ഒന്ന് ഫ്യൂൽ ഗേജിൻ്റെ കണക്ഷനും. മറ്റുള്ള വണ്ടിക്ക് ഒറ്റ കണക്ഷനായിട്ടാണ് വരുന്നത്. ഫ്യൂൽ ഗേജിൻ്റെ കണക്ഷൻ വരുമ്പോൾ സൂക്ഷിക്കുക, അതിൻ്റെ പിൻ ഒടിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത് പമ്പിൻ്റെ കണക്ഷനാണ്, അതും റിമൂവ് ചെയ്യുക. ടൈറ്റോ വല്ലതും ഉണ്ടെങ്കിൽ അല്ല WD-40 വല്ലതും അഴിച്ച് അത് തുരുമ്പ് കളഞ്ഞിട്ട് പെയ്യെ സൂക്ഷിച്ച് ഊരിയെടുക്കുക, അല്ലെങ്കിൽ അത് ഒടിയാൻ സാധ്യതയുണ്ട്. ഊരിയെടുത്ത ശേഷം ഫ്രണ്ടിലെ ഹാൻഡ് ബ്രേക്ക് കേബിളുമായിട്ട് ബന്ധമുള്ള ടാങ്കിൻ്റെ ബോൾട്ട് ഊരി ടാങ്ക് പുറത്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ടാങ്ക് നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞു. ഇതാണ് ഫ്ലോട്ടിൻ്റെ, മറ്റേത് പമ്പിൻ്റെ കണക്ഷനുമാണ്. ബാക്കിൽ 2 ബോൾട്ട്, ഫ്രണ്ടിൽ 2 ബോൾട്ടുമാണ് വരുന്നത്. ഇങ്ങനെയാണ് ടാങ്ക് ഇളക്കിയെടുക്കുന്നത്. ഇനി ഫ്ലോട്ടിൻ്റെയും പമ്പിൻ്റെയും സ്ക്രൂ ഊരി അത് റിമൂവ് ചെയ്യാവുന്നതാണ്.